നിലവിലിപ്പോൾ ഈ ചില അഭിനർക്കണ ദേശീയതയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പലരും പല രീതിയിൽ അതിൻ്റെ പരാതികളൊക്കെ ഉയർത്തുന്ന വിമർശനം അതിലെല്ലാം പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ സംബന്ധിച്ച് പാർട്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അത്രേ പറയാനായിട്ടുള്ളൂ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇവിടെ കോട്ടയം സ്വദേശിയായ അനന്തു അജയ് എന്ന് പറയുന്ന RSSൻ്റെ മുൻകാല പ്രവർത്തകനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണവാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തു വന്നു. വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആ മരണവാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഒരു വീഡിയോ കൂടി, ഷെഡ്യൂൾ ചെയ്യപ്പെട്ടൊരു വീഡിയോ കൂടി പുറത്തു വന്നു. ആ വീഡിയോയിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വേണ്ടത്ര ചർച്ചയായിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. RSSൻ്റെ ക്യാമ്പുകളിൽ പോകുന്ന കുട്ടികൾ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെ സംബന്ധിച്ചും അതുണ്ടാക്കുന്ന ട്രോമയെ സംബന്ധിച്ചും ഒരു 24 വയസ്സുകാരൻ അവൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരത്തിൽ എഴുതി വെച്ചിട്ടും, ആത്മഹത്യാക്കുറിപ്പെന്ന് പറയുമ്പോൾ ജീവൻ വിട്ടു പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മരിക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം അയാൾ എഴുതിയിട്ടുള്ള കുറിപ്പാണ്, അയാൾ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതൊരു മരണമൊഴിയാണ്. മരണമൊഴിയിൽ ഒരു മനുഷ്യനും നുണ പറയുകയില്ല. അത് പരിപൂർണമായി സത്യം പറയുന്ന ഒരു ഘട്ടമാണ്. അവർ ഒന്നും മറച്ചു വെക്കാനില്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടാനില്ലാത്ത സമയത്ത് പറയുന്ന ഒരു വാചകങ്ങളാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് കേസെടുക്കുന്നതിലും മറ്റു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സംസ്ഥാനത്തിനകത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം ഈ കോട്ടയം ജില്ലയിൽ നിന്നാണ് ചെറുപ്പക്കാരൻ എന്നുള്ളതുകൊണ്ടാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു മാർച്ച് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ കൃത്യമായ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപരിപാടികൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെ ഒരു അസ്വാഭാവിക മരണത്തിനുള്ള കേസ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ വീഡിയോയിൽ നിന്ന് പേരുൾപ്പെടെ കൃത്യമായി പരാമർശിക്കപ്പെട്ട് വന്ന സന്ദർഭത്തിൽ മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുന്ന അന്തർധാരയും ഒത്തുതീർപ്പുമൊക്കെ ഈ വിഷയത്തിലും കൂടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെതിരെ കൂടി ശക്തമായ സമരപരിപാടികൾ കൂടി നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ KPCCയുടെ തീരുമാനപ്രകാരമുള്ള വിശ്വാസ സംരക്ഷണ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ KPCC പ്രസിഡന്റിനോടും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടും ബഹുമാനായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ നേതാക്കന്മാരുടെയും കൂടി ഒരു സൗകര്യം കൂടി നോക്കി അവരെ കൂടി ഒരു തീയതി കൂടി സംസാരിച്ചതിന് ശേഷം ഈ ജാഥയ്ക്ക് ശേഷമുള്ളൊരു തീയതിയിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ചാർജ് എടുക്കും. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടി കടന്നു വരുന്ന ഘട്ടമുണ്ടെങ്കിൽ അങ്ങനെയാണ് ചാർജ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സന്ദർഭത്തിൽ തന്നെ പറഞ്ഞതാണ്. വയനാട് വീട് പ്രഖ്യാപിച്ചത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളും ഞങ്ങൾ കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ നടപ്പാക്കേണ്ടതാണ്. അത് ഞങ്ങൾ പ്രഖ്യാപിച്ച ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റാണ്. അത് ഞങ്ങൾ പൂർത്തീകരിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല. സർക്കാരിൻ്റെ വീട് വരുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വീടും ഉണ്ടാകും. അതാണ് പ്രധാന ചോദ്യം. അതെ, അതിന് മുമ്പും വരും. 770 കോടി രൂപ കയ്യിലിരിക്കുന്ന സർക്കാർ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു മാതൃകാ വീട് നിർമ്മിച്ച് കാണിച്ചത്. എല്ലാ അധികാരമുള്ള സ്റ്റേറ്റാണ്. സ്ഥലം ഏറ്റെടുക്കാൻ, സ്ഥലത്തിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ, ഇനി പണം കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തയ്യാറായി നിൽക്കുന്നു. വിദേശത്തുൾപ്പെടെ ആളുകൾ തയ്യാറാകുന്നു. കർണാടക സർക്കാർ ഉൾപ്പെടെ സഹായധനമായി കടന്നു വരാൻ തയ്യാറാകുന്നു. അങ്ങനെ എത്രയോ ആളുകൾ സഹായധനമൊക്കെ പ്രഖ്യാപിച്ചിട്ടും 770 കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടും ആ പണം ഉപയോഗിച്ച് ഈ നാട്ടിലെ സാധാരണക്കാർക്കൊരു ഉപകാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞങ്ങൾ സാങ്കേതികമായൊരു തടസ്സം കൊണ്ട് നിൽക്കുന്നതാണ്. അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ സാങ്കേതിക പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ മാറിയാൽ KPCCയുടെ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭവനങ്ങളും ഉയരും. അത് ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റാണ്. ഞങ്ങളത് പൂർത്തീകരിക്കും. അല്ല, അതാണ് പറഞ്ഞത്. അതിൻ്റെ തീയതി ഒന്ന് സംസാരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ റിയൽ രാഷ്ട്രീയം അങ്ങനെ രണ്ട് രാഷ്ട്രീയങ്ങളില്ല. നമ്മൾ നടത്തുന്ന പൊതുപ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ ഒരു പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച്, രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച്, സംഘടനകളൊക്കെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. അതൊരു ആശയപ്രചരണത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളൊക്കെ നടത്തുന്ന റിയലായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് റീലുകളിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ റിയലായിട്ടുള്ള രാഷ്ട്രീയം റീലുകളിലൂടെ ഇനിയും ഉണ്ടാകും. അത് ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യും. അല്ല, അതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ ചില സാധ്യതകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളുടെ സാധ്യതകളൊക്കെ ഉപയോഗിക്കുന്നത് ആശയപ്രചരണത്തിൻ്റെ വേഗം കൂട്ടും. ആ ആശയപ്രചരണത്തിൻ്റെ വേഗമൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അത് വേറെ തർക്കമൊന്നുമില്ല. ഓക്കെ.